ഈ ഗരേജ് തട്ടി ഇവിടെ ഏകദേശം ഇവിടെയായിട്ടാണ് തോന്നുന്നു തട്ടിയത്. തട്ടി ഗ്ലാസ് പൊട്ടിയതാണ്. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ട് ഗ്ലാസ് മാറ്റാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഈ സാധനം വയ്ക്കാൻ പറ്റില്ല, ഇത് വേറെ ഇതെന്തോ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോയിന്നോ ഗരേജ് തട്ടിയിട്ടേ. ഗരേജ് എന്ന് പറയുമ്പോൾ ഇതേ സാധനം, ഈ ഗരേജ് ആ ഭാഗത്തായിട്ടാണ് തട്ടിയത്. ഇതിൻ്റെ ഈ അടിവശം കാറ് പുറകിലേക്ക് എടുക്കുമായിരുന്നു, ഗരേജ് മുഴുവനായിട്ട് പൊങ്ങിയില്ലായിരുന്നു. അപ്പോൾ കാറ് റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ എങ്ങാണ്ട് തട്ടിയെന്ന് എനിക്ക് തോന്നണേ. ഗ്ലാസ് മാറ്റാനായിട്ട് ചെന്നപ്പോൾ അവൻ പറഞ്ഞു ഇത് വെക്കാൻ പറ്റില്ല, ഇവനത് വേറെ ആയിട്ട് തരുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ വെക്കാൻ നോക്കിയപ്പോൾ ഞാൻ പ്ലെയറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെക്കി ഈ 3 സ്ക്രൂവും കയറുന്നുണ്ട്. ഇങ്ങനെ ഞെക്കി വെച്ച് കഴിയുമ്പോഴും വൈപ്പറിനൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങോട്ടായിരിക്കും തള്ളിയത്. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ഷേപ്പ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പണിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ തിരിച്ചു ചെല്ലും, നീ നന്നാക്കിയിട്ട് എൻ്റെ വൈപ്പർ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പണിയാവും. ഉള്ളതുകൊണ്ട് മിക്കവാറും ആൾക്കാർ കംഫർട്ടബിൾ അല്ലാത്ത സാധനം പറ്റില്ല എന്നേ പറയുള്ളൂ. ഇപ്പോൾ റിസ്ക് എടുത്ത് അവനത് ചെയ്താൽ പോലും ചിലപ്പോൾ കസ്റ്റമർ പറയും അവൻ ഗ്ലാസ് വെച്ചതവൻ ശരിയായിട്ടില്ല, അവൻ വെച്ച് കഴിഞ്ഞപ്പോൾ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ കറക്റ്റ് സിറ്റുവേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ. എനിക്കറിയാം ഈ ഗരേജിൻ്റെ സാധനം ഇവിടെ തട്ടി, അപ്പോൾ ചെറുതായിട്ടൊരു ഷേപ്പ് മാറി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ഈ കണക്ഷൻ വയ്ക്കാൻ മറക്കരുത്, ഭയങ്കര പാടുവിട്ട് ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ടേ എന്താ ക്ലിക്ക് കേട്ടോ. ഓക്കെ, ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് 10mm ആണേ, 10mmൻ്റെ സാധനം ഞാൻ കയറാൻ പാടാം. ഇത് നടക്കല്ലേ, വലിയ കുഴപ്പമില്ല. അധികം കാണിച്ച് പ്രശ്നമാക്കണ്ട. കാറ് സ്റ്റാർട്ടാക്കി. ഓക്കെ, 10 10mm അത് മതി. അയ്യോ, താഴെ ഇപ്പം ശരിയായി. ഓക്കെ, പെർഫെക്റ്റ്.